നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ കൂടപ്പിറപ്പുകളുടെ സ്വന്തക്കാരുടെ പോലും വളർച്ചയിൽ അസൂയപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തന്റെ സഹോദരിയോട് അസൂയ തോന്നി. 5-6 പിള്ളേര് ലേക്കുണ്ടായി, റാഹേലിന് ഒരു കുഞ്ഞുണ്ടായില്ല. തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഒരു അസൂയൊക്കെ തോന്നി. സ്വാഭാവികമായിട്ടും ഉള്ളതാണ്, നമുക്കും തോന്നാൻ സാധ്യത ഉള്ളതാണ് എന്ന് കരുതി അങ്ങനെ അസൂയപ്പെടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ കൂടപ്പിറപ്പുകളുടെ സ്വന്തക്കാരുടെ പോലും വളർച്ചയിൽ അസൂയപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടപ്പിറപ്പ് നല്ലൊരു വീടും കാറൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നിടയ്ക്ക് പറഞ്ഞ, എന്റെ അച്ഛ അവന് ദുബായിലെ പണി, എന്തോ കള്ളക്കടത്തോ ബിസിനസ് എന്താണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്ര സ്വന്തം കൂടപ്പിറപ്പിനെ കുറിച്ച് ഒരുത്തം പറഞ്ഞ എന്തോ ഉടായിപ്പാണ്. ഉള്ളിൽ അസൂയുള്ളതാണേ, അസൂയ കിടക്കണമെന്ന് പറയുന്നതാണ്. സ്വന്തം സഹോദരൻ അത്യാവശ്യം നല്ല വീടൊക്കെ വെച്ച് കുറെ വർഷങ്ങൾ വിദേശത്ത് ദുബായി കിടന്ന് പണിയെടുത്ത് കിട്ടിയ നല്ല ജോലി കിട്ടിയത് കൊണ്ടായിരിക്കാം കുടുംബം മുഴുവൻ അവിടെ കിടന്ന് പണിയെടുത്ത് ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും വീട് വെച്ച്. ഇതൊന്നും അറിയാതെ പറയാണ്, അല്ല അവൻ എന്തോടായിപ്പുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്രയും വലിയ വീട് വെക്കാൻ പറ്റും വെച്ചാൽ. അപ്പൊ നമുക്ക് അവരന്റെ വളർച്ചയിൽ ഒരു അസൂയ സ്വാഭാവികമായിട്ട് മനുഷ്യ മനസ്സിൽ രൂപപ്പെടും. അതിനെ അതിജീവിക്കുന്നതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അസൂയ മന്ത്രവാദം പോലെയാന്നാ പറഞ്ഞത്, മർക്കടമുഷ്ടി ആവിചാരം പോലെയാന്ന് പറയുന്നത്, ഇതെല്ലാം വിഗ്രഹാരാധന പോലെയാന്നാ പറയുന്നത്. ഏത് ഈ അസൂയ എന്ന് പറയുന്നത്? അവനൊരു നന്മയുണ്ടാകുന്നതിലുള്ള അസൂയ അവിടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അവരുടെ മകളുടെയും മകന്റെ ഒക്കെ കല്യാണം പോലും മുടക്കുന്നത്. അല്ല പിന്നെ എന്നാ? അസൂയ നമ്മളിൽ കയറി കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മളെ കാർന്ന് തിന്നും. ഈ മനോഭാവം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട മനോഭാവമാണ്. ആദ്യം ഞാൻ പറഞ്ഞു, വഞ്ചന എന്ന മനോഭാവം അത് വിശുദ്ധീകരിക്കപ്പെടണം. വഞ്ചിക്കരുത്. 2, അസൂയ. നമ്മുടെ കുടുംബ ബന്ധങ്ങളില് അത് എങ്ങനെയെങ്കിലും കയറി വന്നോ, ആരെങ്കിലുമായിട്ടുള്ള ബന്ധങ്ങളിൽ അസൂയ ഉണ്ടോ, അത് നമ്മുടെ ആത്മീയ വളർച്ചയില്ലാത്ത ആത്മീയ പാപ്പരത്വം കാണിക്കുന്ന അവസ്ഥയാണ് നമ്മളിലുള്ള ഈ അസൂയ എന്ന് പറയുന്ന മനോഭാവം. എന്നിട്ട് ഇവിടെ പറയാണ്, റാഹേലിന് തന്റെ സഹോദരിയോട് അസൂയ തോന്നി. റാഹേല് ഭർത്താവിനോട് പറഞ്ഞ എന്നാന്നറിയാവോ? എനിക്ക് മക്കളെത്താം, ഇല്ല ഞാൻ മരിക്കാൻ പോവാന്ന്. റാഹേല് വന്ധ്യയായിരുന്നു. ആരായിരുന്നു വന്ധ്യ? പ്രശ്നം റാഹേലിനാണ്. യാക്കോബിനാണ് പ്രശ്നമെങ്കിൽ ലേക്ക് 6 പിള്ളേരുണ്ടാവും, ഉണ്ടാകില്ല. നിങ്ങൾ എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിക്കാം. നിങ്ങൾ ഇന്നലെ യാക്കോബിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. യാക്കോബിന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് അതെടുത്ത് കൊടുക്കാനായിട്ട് അല്ല. അതുകൊണ്ടാണല്ലോ 127 സങ്കീർത്തനത്തിൽ വചനം പറയുന്നതിൽ 3-ാമത്തെ വചനം, ഉദരഫലം ഒരു സമ്മാനമാണ്. എത്രയോ മാതാപിതാക്കൾ നമുക്കറിയാം ആഗ്രഹിച്ചിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കാത്തവരുണ്ട്. പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എത്രയോ പേരുണ്ടല്ലേ. ഇതൊരു സമ്മാനമാണ്. അപ്പോ യാക്കോബിനോട് പറയും, നിങ്ങൾ എനിക്ക് മക്കളെ തല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവാണ്. ചില കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പ്രശ്നം സ്വന്തം ജീവിതത്തിലാണ്. എന്നിട്ട് നമ്മൾ കൂടെയുള്ളവർ, നമ്മളിൽ ഈ പ്രശ്നം കൂടുമ്പോണ്ടല്ലോ, നമ്മുടെ ആന്തരിക മനുഷ്യൻ വല്ലാതെ ദുർബലപ്പെടുമ്പോണ്ടല്ലോ, നമ്മളിൽ ഈ അസൂയയും അസ്വസ്ഥതയൊക്കെ നിറയുമുണ്ടല്ലോ, കൂടെയുള്ളവരൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പ്രശ്നം നമ്മളിലാണ്, പ്രശ്നം വന്നിരിക്കുന്ന നമ്മളിലാണ്. നമ്മുടെ ആന്തരികതയിലും നമ്മുടെ ആത്മീയതയിലും നമ്മുടെ വൈകാരികതയിലുള്ള സമ്മർദ്ദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദനയായിരിക്കാം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഈ ലേയോടുള്ള അസൂയ ആയിരിക്കാം. ഇതെല്ലാം ഉള്ളിൽ കിടന്നിട്ട് ഈ അസൂയയും അല്ലെങ്കിൽ ഈ ഒരു സങ്കടവും ദുഃഖവും എല്ലാം ഉള്ളിൽ കിടന്നിട്ട് തന്റെ ഭർത്താവിന്റെ വെക്കിട്ട് കയറുക. നമ്മൾ പറയാം, അങ്ങനെ പറയണ്ട, ആ ഒരു ഭർത്താവിന്റെ വെക്കിട്ട് കയറുക. യാക്കോബിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എനിക്ക് മക്കളെത്താ. ചിലരൊക്കെ എന്ത് പറഞ്ഞാലും അതിന്റെ അഡീഷണൽ പറയുന്നത് ഞാൻ ചാകാൻ പോകുന്ന പറയുന്നത്. ഇത് പണ്ട് മുതലേ തുടങ്ങിയതാണ്. ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ സാധനം. അബ്രാഹത്തിന്റെ ഭാര്യ സാറായിക്ക് ഉണ്ടായിരുന്നു ഈ ചിന്ത, ചാകണം 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 എന്നുള്ള ചിന്ത. കൂടുതലും വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്ത്രീകൾക്കാണ് ഈ ചിന്ത വെച്ചേക്കുന്നത്. നമ്മുടെ സ്ത്രീകൾ അങ്ങനെയൊന്നുമല്ല, അതിനേക്കാളും മെച്ചപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ ഇത് പഴയ നിയമം ആയതുകൊണ്ടാണ്, നമ്മൾ പുതിയ നിയമത്തിന്റെ മക്കൾ. അതുകൊണ്ട് നമുക്കൊക്കെ ചിന്തയൊന്നുമില്ല. നമ്മുടെ സ്ത്രീകളെയൊന്നുമല്ല, നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനെ ചിന്ത പോലും ഇല്ല. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ നമ്മളിപ്പോഴും പഴയ നിയമത്തിന്റെ സ്ത്രീയാണ്. പുതിയ നിയമത്തിന്റെ സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. ഇതെങ്ങനെ എന്നുള്ള ആലോചന വല്ലാത്ത മനസ്സിനെ കീറി മുറിച്ചപ്പോ തന്റെ ഭാവി, തന്റെ ദാമ്പത്യം, തന്റെ സ്വപ്നങ്ങള് ഇതെല്ലാം കൂടി ഉള്ളിൽ കിടന്നിങ്ങനെ ഉരുണ്ടു കയറിയപ്പോ അമ്മ പറഞ്ഞെന്നാന്നറിയാവോ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. ചാകുന്ന വിഷയമല്ല അമ്മ ചിന്തിച്ചേ. ഇതാണ് പഴയ നിയമത്തിന്റെ സ്ത്രീകളും പുതിയ നിയമത്തിന്റെ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം.